വെൽക്കം ടു പ്രിപ്പ് സ്കെയിൽ. HST ഉദ്യോഗാർത്ഥികൾക്ക് ഷുവറായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ, അതിലെ കുറച്ച് ചോദ്യങ്ങൾ. അപ്പം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ പേരുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്, മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് is about finding the most appropriate way to achieve the learning objectives. ഇപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ എല്ലാ മെത്തേഡ്സിന്റെയും എയിം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ കുറച്ച് മെത്തേഡുകളൊക്കെ പഠിച്ചു. ലെക്ചർ മെത്തേഡ് പഠിച്ചു, അല്ലെ? ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് പഠിച്ചു. പിന്നെ ഇതൊക്കെയാ പഠിച്ചത്, ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് പഠിച്ചു, പ്രൊജക്ട് മെത്തേഡ് പഠിച്ചു. പിന്നെ ഏതൊക്കെയാ പഠിച്ചത്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെ? ഇങ്ങനെയൊക്കെ മെത്തേഡുകൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് അബൌട്ട് ഫൈൻഡിങ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു അച്ചീവ് ദി ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ഏതാണെന്നാണ് ചോദ്യം. ഇതില് ഓപ്ഷൻ എ ലെക്ചർ മെത്തേഡ്, ഓപ്ഷൻ ബി പ്രൊജക്ട് മെത്തേഡ്, സി പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ഡി പ്ലേ വേ മെത്തേഡ്. അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ഉത്തരം എന്ന് പറയുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ലെക്ചർ മെത്തേഡ് ആണോ? ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു അപ്രോപ്രിയേറ്റ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേ ഏതെന്നാണ് ചോദ്യം. ഇതിൽ ലെക്ചർ മെത്തേഡ് ഉണ്ട്, പ്രൊജക്ട് മെത്തേഡ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഉണ്ട്, പ്ലേ മെത്തേഡ് ഉണ്ട്. ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരിക പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് കേട്ടോ. പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് ഇതില് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എൻക്വയറി ബേസ്ഡ് മെത്തേഡ്. ഇന്നലെ എടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എൻക്വയറി ബേസ്ഡ് മെത്തേഡ് ഏതാണ്. അതുപോലെ റിസർച്ചിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? ആ എൻക്വയറി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പ്രോജക്റ്റ് ആണോ, ഡിസ്കഷൻ ആണോ, സെമിനാർ ആണോ, സിംബോസിയം ആണോ, ഇതില് ഒരു എൻക്വയറി ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എൻക്വയറി ബേസ്ഡ് മെത്തേഡ്. എപ്പോഴും അന്വേഷണാത്മകത കൂട്ടാനായിട്ട്, കുട്ടികളുടെ വർദ്ധിപ്പിക്കാനായിട്ട് ഏത് മെത്തേഡ് ആയിരിക്കും ഇതിൽ നല്ലത്? ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ, അല്ലെ? ഇതിൽ പ്രൊജക്ട്, ഡിസ്കഷൻ, സെമിനാർ, സിംബോസിയം. ആൻസർ പറഞ്ഞേ, ഏതായിരിക്കും ഇതിന്റെ ആൻസർ? എല്ലാവരുടെയും മനസ്സിൽ ആൻസർ വന്നല്ലോ. ഏതായിരിക്കും ആൻസർ? തീർച്ചയായിട്ടും പ്രൊജക്ട് മെത്തേഡ് തന്നെയാണ്. ഇൻക്വയറി ബേസ്ഡ് ആയിട്ടുള്ള തിങ്കിങ്ങുകൾ, തോട്ട്സ് ഒക്കെ ഇവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊജക്ട് മെത്തേഡ് ആണ്. ഓക്കെ, പ്രൊജക്ട് മെത്തേഡ് ആണ്. അപ്പൊ ഇതൊക്കെ ആണല്ലോ പ്രൊജക്ട് മെത്തേഡിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. പ്രൊജക്ട് മെത്തേഡ് ടൈപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രൊജക്ടിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പ്രോജക്ട്സ്. A. It is a purposeful activity. It is proceeded in school environment. It is accomplished in real life. It is teacher-centered activity. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പ്രൊജക്ട്സ് എന്നാണ്. അപ്പൊ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ട്രൂ കാണില്ല,
അല്ലെങ്കിൽ ഫോൾസ് ഉണ്ടെങ്കിൽ ഫോൾസ് കാണില്ല, നോട്ട് കാണില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് എന്നുള്ളത് കാണില്ല, അല്ലെങ്കിൽ ഈ നോട്ട് എന്നുള്ളത് കാണാതിരുന്നാൽ തന്നെ എന്ത് പറ്റും, ആൻസർ മാറിപ്പോവും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, പ്രൊജക്ട് മെത്തഡിനെ കുറിച്ച് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ക്ലാസ്സിൽ എടുത്തു തന്നതാണ് ഇതൊക്കെ. ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് പ്രൊസീഡഡ് ഇൻ സോഷ്യൽ എൻവയോൺമെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് പ്രൊസീഡഡ് ഇൻ സോഷ്യൽ എൻവയോൺമെന്റ്. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ഇൻ റിയൽ ലൈഫ്. ഈ പ്രൊജക്ടിന്റെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചവർക്ക് അറിയാം, ഇതെല്ലാം നമ്മൾ പലതവണ പറഞ്ഞ വളരെ സിമ്പിൾ പോയിന്റുകളായിരുന്നെങ്കിൽ പോലും നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ ടീച്ചർ സെന്റേർഡ് ആക്ടിവിറ്റി. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്, ഏതാണ് പ്രൊജക്ട് മെത്തേഡിനെ കുറിച്ച് പറയുമ്പോൾ? നിങ്ങൾ പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. നിങ്ങൾ ഇന്നലെ പഠിച്ചപ്പോൾ ഇതൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണെന്ന് പഠിച്ചിരുന്നോ എന്ന് ഓർത്ത് നോക്ക്. സോഷ്യൽ എൻവയോൺമെന്റിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതാണോ, റിയൽ ലൈഫിൽ അക്കംപ്ലീഷ് ചെയ്യുന്നതാണോ, ടീച്ചർ സെന്റേർഡ് ആക്ടിവിറ്റി ആണോ, ഏതാണ് ഇതിലല്ലാത്തത്, പ്രൊജക്ട് മെത്തേഡിന്റെ ഫീച്ചർ അല്ലാത്തത്? ഇതൊരു ടീച്ചർ സെന്റേർഡ് ആക്ടിവിറ്റി അല്ല അല്ലേ, ഇതൊരു ടീച്ചർ സെന്റേർഡ് ആക്ടിവിറ്റി അല്ല. അപ്പൊ ബാക്കി എല്ലാം പ്രൊജക്ട് മെത്തേഡിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രൂ ആണ്. ഏതാണ്, പ്രൊജക്ട് മെത്തേഡ് ഇസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. പ്രൊജക്ട് മെത്തേഡ് ഇസ് എ പ്രൊജക്ട് ഇസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. അതുപോലെ ഇറ്റ്സ് പ്രൊസീഡഡ് ഇൻ സോഷ്യൽ എൻവയോൺമെന്റ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, സോഷ്യൽ എൻവയോൺമെന്റിൽ ഇത് ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ അല്ലെ. അതുപോലെ റിയൽ ടൈം എക്സ്പീരിയൻസുകളായിരിക്കും ഇതിൽ കിട്ടുക അല്ലെ. അതുപോലെ റിയൽ ലൈഫാണ് അതിലിത്. ടീച്ചർ സെന്റേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡന്റ് സെന്റേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അല്ലെ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ ടീച്ചർ സെന്റേർഡ് ആക്ടിവിറ്റി തെറ്റാണ്, നോട്ട് ട്രൂ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത 4ാമത്തെ ചോദ്യം. ഫ്രം ദി ഫോളോയിങ് വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഹാസ് ബീൻ എംഫസൈസ്ഡ് ബൈ നാച്ചുറലിസം? അപ്പൊ നമ്മൾ ഇത് ഫിലോസഫിയിൽ വരുന്ന ഭാഗമാണെങ്കിൽ പോലും ഇതും ഒരു മെത്തേഡ് ആണല്ലോ അല്ലെ. ഈ ഒരു നാച്ചുറലിസം എന്ന് പറയുന്ന സൈക്കോളജിയിലെ അല്ലെങ്കിൽ മെത്തഡോളജിയിലെ ഓരോന്നും അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ, നമ്മളിപ്പോ LP UP പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഫിലോസഫേഴ്സിന്റെ തിയറി ആദ്യം ഫിലോസഫീസ് പഠിച്ചതിന് ശേഷം നമ്മൾ മെത്തേഡുകൾ പഠിക്കാറുണ്ട് അല്ലെ. പ്രാഗ്മാറ്റിക് മെത്തേഡ്, നാച്ചുറലിസ്റ്റിക് മെത്തേഡ് അല്ലെ, ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെ പഠിക്കാറുണ്ട്. റിയലിസം അതൊക്കെ ഓരോ ഫിലോസഫി പഠിച്ചതിന് ശേഷം നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന ഒരു ഇതുണ്ട് അല്ലെ, മെത്തഡോളജി ഉണ്ട്. അപ്പോ ഇതിലെങ്ങനെയാണ് നാച്ചുറലിസം എംഫസൈസ് ചെയ്ത് വരുന്ന ഒരു മെത്തഡോളജി ഏതാണെന്നാണ് ചോദ്യം. നാച്ചുറലിസത്തിനാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും ഒരു മെത്തേഡിൽ വരുന്നതാണ്. ഡിസ്കഷൻ മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, പ്ലേവേ മെത്തേഡ്. ഏതാണ് പ്രകൃതിയുമായി ഇണങ്ങിയിട്ട് അല്ലെ, നാച്ചുറലിസം പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് കുട്ടി ഏത് മെത്തേഡാണ്, ഏതൊരു ടീച്ചിങ് മെത്തേഡാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? ഡിസ്കഷൻ ആണോ അതോ ലെക്ചർ ആണോ? അപ്പൊ അതൊന്ന് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. ലെക്ചർ മെത്തേഡ് അല്ല എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും ഇതൊരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് അല്ല അല്ലെ. നാച്ചുറലിസത്തിൽ നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് പഠിച്ചിട്ടില്ല. ഫിലോസഫി പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഡിസ്കഷൻ മെത്തേഡ് ആണോ പ്ലേവേ മെത്തേഡ് ആണോ എന്നാണ് സംശയം. നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു നോക്കേ, ഏതാണ് എന്റെ ആൻസർ? നാച്ചുറലിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്ലേവേ മെത്തേഡാണ്. കളി രീതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുട്ടി പ്രകൃതിയിൽ കളിച്ചു വളരുകയാണ് അല്ലെ. പ്ലേവേ മെത്തേഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പ്ലേവേ മെത്തേഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? പ്ലേവേ മെത്തേഡ് നാച്ചുറലിസമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി മെയിൻ സ്റ്റെപ്സ് ആർ ഫോളോവ്ഡ് ഇൻ പ്രൊജക്ട് മെത്തേഡ്? ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്, പലതവണ ചോദിച്ചു. ഹൗ മെനി മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്, മെയിൻ സ്റ്റെപ്സ് ആർ ഫോളോവ്ഡ് ഇൻ പ്രൊജക്ട് മെത്തേഡ്. പ്രൊജക്ട് മെത്തേഡിലെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 4, 3, 8, 6. പ്രൊജക്ട് മെത്തേഡ് എത്ര സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യുന്നത്? 4 സ്റ്റെപ്സ് ആണ് പ്രൊജക്ട് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. 4 സ്റ്റെപ്സ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. 4 സ്റ്റെപ്സ് ആണ് പ്രൊജക്ട് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇനി 6ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ടു ടീച്ച് ഇവാപറേഷൻ എന്താണെന്ന് കുട്ടിയെ പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ.
ടീച്ചർ ബോയിൽസ് വാട്ടർ ഇൻസൈഡ് ദി ക്ലാസ് റൂം. വെള്ളം തിളപ്പിക്കുക അല്ലെ ക്ലാസ് റൂമിന്റെ അകത്ത് വെച്ചിട്ട്. ഇൻസൈഡ് ദി ക്ലാസ് റൂം ടു ഷോ ദി ചിൽഡ്രൻ ഹൗ ദി വാട്ടർ ടേൺസ് ഇൻ ടു സ്റ്റീം. എങ്ങനെ വാട്ടർ എങ്ങനെ തിളച്ച ആവിയായിട്ട് മാറുന്നു, സ്റ്റീം ആയിട്ട് മാറുന്നു എന്നാണ് ടീച്ചർ കുട്ടിയെ കാണിക്കാൻ പോകുന്നത് അല്ലെ. ഹിയർ ടീച്ചർ ഈസ് യൂസിങ് വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പൊ ടീച്ചർ വെള്ളം തിളപ്പിച്ചു. വെള്ളം തിളച്ചു കഴിയുമ്പോൾ കുറച്ച് ചായപ്പൊടി ഇട്ട് ചായ ആയിട്ട് കുടിക്കുകയും ചെയ്യാം. ക്ലാസ്സിൽ ഒരു നേരം പോക്ക്. അപ്പൊ ഇവാപറേഷൻ എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്തു, വാട്ടർ വെള്ളം തിളപ്പിച്ചിട്ട് സ്റ്റീം എങ്ങനെയാ വരുന്നതെന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ വലിയ ചോദ്യമായിട്ട് കാണുമ്പോൾ അത് വായിച്ചൊന്നും തീർക്കാണ്ട് നിങ്ങൾ വിട്ടുകളയരുത് കേട്ടോ. ക്ലാസ് റൂം ടു ഷോ ദി ചിൽഡ്രൻ ഹൗ ദി വാട്ടർ ടേൺസ് ഇൻ ടു സ്റ്റീം. ഹിയർ ടീച്ചേഴ്സ് ഈസ് യൂസിങ് വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഏത് മെത്തേഡാണ്? ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണോ, ഡാൾട്ടൺ മെത്തേഡ് ആണോ, ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡ് ആണോ, ഡിഡക്റ്റീവ് മെത്തേഡ് ആണോ? ഇതിലേതാണ് ടീച്ചർ ചെയ്തത്? ഏതൊക്കെയാണ്, ഏത് മെത്തേഡാണ്? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതിൽ നമുക്ക് ഡിഡക്റ്റീവ് മെത്തേഡ് അല്ല എന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെ. ഡാൾട്ടൺ മെത്തേഡ് നിങ്ങൾ പഠിച്ചോ? ഡാൾട്ടൺ മെത്തേഡ് പഠിച്ചിരുന്നോ? അത് നിങ്ങൾക്ക് സംശയം വന്നേക്കാം. ഇനി ഈ ഡെമോൺസ്ട്രേഷൻ മെത്തേഡും ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡും തമ്മിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം അല്ലെ. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദ്യകർത്താവിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ലേണിംഗ് ബൈ പ്രവൃത്തിയിലൂടെ പഠിക്കുക അല്ലെ, ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ, പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക എന്നൊക്കെ പറയുന്ന ആ രീതി. അപ്പോ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. അപ്പൊ ഇതിൽ ടീച്ചർ എന്താ ചെയ്തത്? കുട്ടിയെ ഇവാപറേഷൻ എന്ന് പറയുന്ന തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക ചെയ്തത്. വെള്ളം തിളപ്പിച്ച് തന്നെ ആ സ്റ്റീം വരുന്നത് കാണിച്ചു കൊടുത്തു. അതിനെയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡ് ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ എന്താണ്, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ടീച്ചർ കാണിച്ചത് കൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് മെത്തേഡുകളിൽ പെടുന്നതായതുകൊണ്ട് തന്നെ ഇതിനുള്ള ചോദ്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ് ആൻസർ ആയിട്ട് വരിക. കേട്ടോ? അപ്പൊ ടീച്ചർ എന്ത് അങ്ങനെ ഒരു തിയററ്റിക്കൽ ആയിട്ടൊരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ല ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഡെമോൺസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുപോലത്തെ എക്സാമ്പിൾസ് വേറെയും വരും. അടുത്ത ചോദ്യം, ഹൂ സെഡ് എ പ്രൊജക്ട് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്. ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ആരാണ് പ്രൊജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനസ്സർപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ് പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്. ആദ്യം ഒരു ചോദ്യം വന്നില്ലേ, ഇത് പ്രൊസീഡ് ഇൻ സോഷ്യൽ എൻവയോൺമെന്റ്, ഇറ്റ്സ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് തന്നില്ലേ. അത് ഈ ഡെഫിനിഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കാം ഇപ്പൊ തന്നെ. പ്രൊജക്ട് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്. ഇത് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം കേട്ടോ. ഇത് പറഞ്ഞത് ആരാണ്? ഒന്നാമത്തെ ഓപ്ഷൻ E.L. തോണ്ടൈക്ക്, ബി ഡോക്ടർ വില്യം ഹെഡ് കിൽപാട്രിക്, സി ബാലോട്ട്, ഡി ജോൺ ആൽഫ്രഡ് സ്റ്റീവൻസൺ. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ആരാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഡോക്ടർ വില്യം ഹെഡ് കിൽപാട്രിക് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ആരുടെ ആണെന്നാണ് ചോദ്യം. E.L. തോണ്ടൈക്ക്, ഡോക്ടർ വില്യം ഹെഡ് കിൽപാട്രിക്, ബാലോട്ട്, ജോൺ ആൽഫ്രഡ് സ്റ്റീവൻസൺ. ഇതിൽ ആരുടെ ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഒരു ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ്, അതൊരു സോഷ്യൽ എൻവയോൺമെന്റിൽ പ്രൊസീഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞത് ആരായിരിക്കും? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. E.L. തോണ്ടൈക്ക് ആണോ, ഡോക്ടർ വില്യം ഹെഡ് കിൽപാട്രിക് ആണോ, ബാലോഡ് ആണോ, ജോൺ ആൽഫ്രഡ് സ്റ്റീവൻസൺ ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ വില്യം ഹെഡ് കിൽപാട്രിക് ആണ് പ്രൊജക്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇങ്ങനെ വരുമ്പോ ഒരു ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ കൂടി ഇതിലുള്ള മറ്റൊരു വ്യക്തി ജോൺ ആൽഫ്രഡ് സ്റ്റീവൻസൺ പറഞ്ഞിട്ടുണ്ട്. അതും പ്രൊജക്ടിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതും നിങ്ങൾക്ക് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് നോക്കുക.
അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ്. അത് പ്രൊസീഡഡ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് കിൽപാട്രിക് പറഞ്ഞപ്പോൾ ജോൺ ആൽഫ്രഡ് സ്റ്റീവൻസൺ അദ്ദേഹം പറഞ്ഞത് എ പ്രൊജക്ട് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട്. എന്താണ് പ്രോബ്ലമാറ്റിക് ആക്ട്? ഒരു പ്രോബ്ലമാറ്റിക് ആക്ട് ആണ്. പ്രോബ്ലം ആണല്ലോ ഇതിനെടുക്കുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, പ്രോബ്ലം ആണ് ഒരു പ്രൊജക്ട് മെത്തേഡിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പ്രോബ്ലമാറ്റിക് ആക്ട് ആണ്. ക്യാരിഡ് ടു കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. ക്യാരിഡ് ടു കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ നാച്ചുറൽ സെറ്റിംഗിലാണ് ഇതിന്റെ ഒരു കംപ്ലീഷൻ നടക്കുന്നത്. ഇതൊരു പ്രോബ്ലമാറ്റിക് ആക്ട് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? സ്റ്റീവൻസൺ ആണ്. ആൽഫ്രഡ് സ്റ്റീവൻസൺ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് മക്കളെ? എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരിഡ് ടു കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ കിൽപാട്രിക് എന്താണ് പറഞ്ഞത്? ഡോക്ടർ വില്യം ഹെഡ് കിൽപാട്രിക് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പ്രൊജക്ട് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡഡ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്റെ ആൻസർ വില്യം ഹെഡ് കിൽപാട്രിക് ആണ് കേട്ടോ. വില്യം ഹെഡ് കിൽപാട്രിക് തന്നെയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. മോസ്റ്റ് എഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ് ഈസ്. മോസ്റ്റ് എഫക്റ്റീവ് ഏതാണ്? നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണോ? ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണോ? പ്രൊജക്റ്റഡ് എയ്ഡ് ആണോ? നൺ ഓഫ് ദീസ് ആണോ? ചെറിയ ഓപ്ഷൻസ് അല്ലെ, വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത ഓപ്ഷൻസ് ആണ്. പക്ഷെ എല്ലാം ടീച്ചിങ് എയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണോ എന്ന് ഡൗട്ട് വരും. നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് അല്ല. ഡയറക്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു ടീച്ചിങ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നാണ് ചോദ്യം. ഇനി പ്രൊജക്റ്റഡ് എയ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? അതുപോലെ ഇതൊന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എഫക്റ്റീവ് ആവോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? എഫക്റ്റീവ് ആവോ? തീർച്ചയായിട്ടും അല്ലേ. ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? എഫക്റ്റീവ് ആവും. അത് ലേണിംഗ് എഫക്റ്റീവ് ആക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലെ. അനുഭവം ഗുരു എന്നൊക്കെ പറയില്ലേ? നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസിനൊക്കെ വലുതായിട്ടുള്ള ആ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അവിടെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് അല്ലെ, അനുഭവത്തിലൂടെയുള്ള പഠനം, എക്സ്പീരിയൻസിലൂടെയുള്ള പഠനം ഡയറക്റ്റ് ആയിട്ട് ഓൺ ദി സ്പോട്ടിൽ ക്ലാസ് റൂമിൽ വെച്ച് കിട്ടുമ്പോൾ കുട്ടിക്ക് എന്താണ് റിട്ടൻഷനും അതുപോലെ എന്താണ് കുട്ടിക്ക് മെമ്മറി അല്ലെ, റോഡ് മെമ്മറിയിൽ നിന്ന് മാറി ആ കാര്യം കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പൊ ഈ മെത്തേഡുകളെല്ലാം നിങ്ങൾ ഇന്ന് ഒരു ചോദ്യം പോലും നിങ്ങൾ കളയരുത് കേട്ടോ. 9ാമത്തെ ചോദ്യം. മെത്തേഡ് ഓഫ് ടീച്ചിങ് ഡെവലപ്ഡ് ബൈ ഹെലൻ പാർക്ക്ഹേഴ്സ്റ്റ്. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ഒരു പേരാ അല്ലെ, ഹെലൻ പാർക്ക്ഹേഴ്സ്റ്റ് ഡെവലപ്പ് ചെയ്ത മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏതാണ് മക്കളെ? പറയൂ, ഏതാണ് ഹെലൻ പാർക്ക്ഹേഴ്സ്റ്റ്? മക്കളെ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ടീച്ചേഴ്സ് അല്ലെ, HST ടീച്ചേഴ്സ് ആവാനുള്ളവരാണ്. അപ്പൊ ഹെലൻ പാർക്ക്ഹേഴ്സ്റ്റിന്റെ മെത്തേഡ് ഏതാണെന്ന് പറയൂ. മോണ്ടിസോറി മെത്തേഡ് ആണോ? ഡിസ്കഷൻ മെത്തേഡ് ആണോ? ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ആണോ? ഡാൾട്ടൺ മെത്തേഡ് ആണോ? നമ്മൾ ബാക്കി പ്രൊജക്റ്റ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ ഏതാണ്? മോണ്ടിസോറിയുടെ ആളെ നിങ്ങൾക്ക് അറിയാലോ. അതെ, അവരല്ല എന്ന് മനസ്സിലാക്കാം. ഡിസ്കഷൻ മെത്തേഡ് ആണോ? ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ആണോ? ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് സോക്രട്ടീസ് ഒക്കെ കൊണ്ടുവന്ന ഒരു മെത്തേഡ് അല്ലേ. പിന്നെ എന്താണ്? ഡിസ്കഷൻ മെത്തേഡ് ആണോ? ഡാൾട്ടൺ മെത്തേഡ് ആണോ? ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം, വേഗം നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഡാൾട്ടൺ ആണോ ഡിസ്കഷൻ ആണോ എന്നല്ലേ. അപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് ഒരു ഹെലൻ പാർക്ക്ഹേഴ്സ്റ്റ് എന്നൊക്കെ പറയുമ്പോ അല്ലെ. ആൻസർ കിട്ടിയില്ലേ? അത് തന്നെ, ആൻസർ അത് തന്നെയാണ്. ഡാൾട്ടൺ മെത്തേഡ് ആണ് ഹെലൻ പാർക്ക്ഹേഴ്സ്റ്റ് ഡെവലപ്പ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത്. ഡാൾട്ടൺ മെത്തേഡ് ആണ് കേട്ടോ. ഡാൾട്ടൺ മെത്തേഡ് ആണ്. ഓക്കെ അല്ലേ? ഡാൾട്ടൺ മെത്തേഡ് ഓക്കെ അല്ലേ? ഹെലൻ പാർക്ക്ഹേഴ്സ്റ്റ്
ഡാൾട്ടൺ മെത്തേഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ഡാൾട്ടൺ മെത്തേഡ് ഇപ്പോൾ ഡാൾട്ടൺ മെത്തേഡ് ഓർത്തിരിക്കണമെങ്കിൽ ഡാൾട്ടനെ എങ്ങനെയാണ് പാർഹേഴ്സ്റ്റ് അല്ലെ, പാർഹേഴ്സ്റ്റുമായിട്ട് കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യും? കാരണം ഈ പേരുകളെല്ലാം മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കിൽപാട്രിക്കിന്റെ പേര് വരും, പ്രൊജക്ടിന്റെ പേര് വരും, നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പൊ ഈ ഡാൾട്ടനെ എങ്ങനെ നിങ്ങൾ പഠിക്കും? നമ്മള് ഇത് പല റിപ്പീറ്റഡ് ആയിട്ട് പല തവണ ചോദിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വരുമ്പോ അതിൽ ഷുവറായിട്ടും കിൽപാട്രിക്കിന്റെ പേരുണ്ടാവും, ആംസ്ട്രോങ്ങിന്റെ പേരുണ്ടാവും. ഇത് മൊത്തത്തിലെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. മക്കളെ ശ്രദ്ധിക്കുക. ഈ ഒരു ഡാൾട്ടനെ ഈ ഒരു പാർഹേഴ്സ്റ്റിനെ വെച്ചിട്ട് ഞാൻ കുറച്ച് ആലോചിച്ച് നോക്കി, എനിക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ ഒരു ദാല് ഇവിടെ ഉണ്ട്. ഈ ഒരു ദാലിനെ ഇവിടെ കണക്ട് ചെയ്യണം നമ്മൾ. ഈ ദാലിന് മലയാളത്തിൽ പരിപ്പ് എന്ന് പറയും കേട്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടില്. നിങ്ങളുടെ നാട്ടിൽ ഇനി കോഴിക്കോടുകാരെന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പരിപ്പ് എന്ന് പറയും കേട്ടോ, നിങ്ങളുടെ നാട്ടിൽ അതാന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പരിപ്പിന്റെ പരിപ്പ് ഒരു PAR ഇവിടെ ഉണ്ട് കേട്ടോ. പരിപ്പ് എന്ന് ഇവിടെ കൂടെ എഴുതിയാൽ മതിയല്ലോ. PAR എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കിട്ടിയല്ലോ. അപ്പൊ പരിപ്പാന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എവിടെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഡാൾട്ടനെ പരിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? പരിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ സാധനം നിങ്ങൾ മറക്കില്ല. ഇനി നിങ്ങളിത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഡാൾട്ടൺ മെത്തേഡ് പാർഹേഴ്സ്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഹെലൻ പാർഹേഴ്സ്റ്റ് ഉണ്ട്. ഇനി ഒരു ഹെലനെ നിങ്ങൾക്ക് അറിയാലോ, ഹെലനെ അറിയാവുന്നതല്ലേ? അപ്പൊ ഞാൻ ഈ പാർക്കറിന്റെ പേനയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തൊക്കെ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ കോഡ് തരുമ്പോ ഈ പല പേരുകളാവുമ്പോൾ കൺഫ്യൂഷൻ വരും, കോഡ് ഓർത്ത് വെക്കാനും ബുദ്ധിമുട്ട് വരും. അപ്പൊ പേര് നോക്കുക, ഹെലന് മുന്നിലുണ്ട്. പക്ഷെ എന്തായാലും ആ ഒരു പരിപ്പിന്റെ ആ ഒരു ലെറ്റേഴ്സ് അവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങളത് ക്യാച്ച് ചെയ്താൽ മതി ആൻസറിലോട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഡാൾട്ടൺ മെത്തേഡ് പാർഹേഴ്സ്റ്റ്, ഹെലൻ പാർഹേഴ്സ്റ്റ്. ഓക്കെ, കണ്ട അടുത്ത മെത്തേഡ് വരുക. മെത്തേഡും പേരുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചതാണ് ഹ്യൂറിസ്റ്റിക് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് വാസ് ഗിവൺ ബൈ. അടുത്ത മെത്തേഡാണ് ഏതാണ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. നമ്മൾ പഠിച്ചതല്ലേ ഹ്യൂറിസ്റ്റിക് സ്ട്രാറ്റജീസ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും വരുന്നു പേരുകള്. ഹെർബർട്ട് സ്പെൻസർ, ആംസ്ട്രോങ്, BS ബ്ലൂം, PW ജാക്സൺ. നോക്ക, ഹ്യൂറിസ്റ്റിക് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് വാസ് ഗിവൺ ബൈ ഹെർബർട്ട് സ്പെൻസർ, ആംസ്ട്രോങ്, BS ബ്ലൂം, PW ജാക്സൺ. ആരാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് പറഞ്ഞേ. ആദ്യത്തെ പേര് കാണുമ്പോൾ അത് കറക്കി കുത്താനുള്ള ഒരു ടെൻഡൻസി നിങ്ങളിലേക്ക് വരുന്നില്ലേ? ആ ഒരു പേര് ഹ്യൂറിസ്റ്റിക്കിന്റെ ഇത് കാണുമ്പോൾ ഒരു പേര് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആംസ്ട്രോങ് ആണ്. എന്താണ്? ആംസ്ട്രോങ് ആണ്. എന്താണ്? ആംസ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യും? ഹ്യൂറിസ്റ്റിക് നമ്മൾ ഇന്നലെ പറഞ്ഞു, ആംസ്ട്രോങ് ആന്നൊക്കെ പഠിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവിടെ ആംസ്ട്രോങ് എന്നാണല്ലോ നമുക്ക് പഠിക്കേണ്ടത്. നിങ്ങൾക്കിത് പഠിക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഈ ക്ലാസ്സിൽ. പക്ഷേ പരീക്ഷ ഹോളി വരുന്ന ടെൻഷൻ, കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ നമ്മൾ കോഡിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവും. അപ്പൊ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് പ്രൊപ്പൗണ്ട് ചെയ്തത് ആംസ്ട്രോങ് ആണെന്ന് നമുക്ക് പഠിക്കണം. ആദ്യത്തെ ഓപ്ഷനിൽ കൊണ്ടുവന്ന ഹെർബർട്ട് സ്പെൻസറിന് എഴുതിയതുകൊണ്ട് H അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞു വെച്ചേക്കുക H ഫോർ ഹാൻഡ്. എന്താണ്? H ഫോർ ഹ്യൂറിസ്റ്റിക്കിന്റെ H ഫോർ ഹാൻഡ് എന്ന് പഠിച്ചു വെച്ചേക്കുക.
ഹാൻഡ് ആം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് കണക്റ്റഡ് ആണ് അല്ലെ. ഹാൻഡ് ആം കിട്ടിയല്ലോ. ഇനിയിപ്പോ ആ ഒരു സ്റ്റിക്ക് എന്താണ്? സ്റ്റിക്ക് എന്താണ്? ഹാൻഡും കൊണ്ട് ആ സ്റ്റിക്ക് ആമും കൊണ്ട് പിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ സ്റ്റിക്ക്? അത് സ്ട്രോങ് ആയിരിക്കും കേട്ടോ, സ്ട്രോങ് ആയിരിക്കും. ഏത് കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. ആ സ്റ്റിക്ക് കൊണ്ട് പിടിക്കുമ്പോൾ ആ ഒരു സ്റ്റിക്ക് ആം കൊണ്ട് പിടിക്കുമ്പോൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോ ഹ്യൂറിസ്റ്റിക്, ആംസ്ട്രോങ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആരാണ്? ആംസ്ട്രോങ്. ഓക്കെ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആംസ്ട്രോങ്. ഇനി അടുത്ത ചോദ്യം. The number of students in cooperative learning groups are. The number of students in cooperative learning groups are A 3 to 4, B 5 to 6, C 8 to 10, D 10 to 15. The number of students in cooperative learning groups. കോപ്പറേറ്റീവ് ലേണിംഗ് ഗ്രൂപ്പ്സിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇപ്പൊ കോപ്പറേറ്റീവ് ലേണിംഗിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കോപ്പറേറ്റീവ് ലേണിംഗിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് കുട്ടികളുടെ അറേഞ്ച്മെന്റ്സ് എന്നാണ് ചോദ്യം. ആ ഗ്രൂപ്പിന്റെ അറേഞ്ച്മെന്റ് വരുന്നത് 3 to 4, 5 to 6, 8 to 10, 10 to 15. ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 to 4 ആണ്. എത്രയാണ്? 3 to 4 ആണ് കേട്ടോ. 3 to 4 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പ്രാക്ടീസ് ഈസ് മെയ്ഡ് ഇൻ. അപ്പോ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, ഡ്രിൽ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വന്നിട്ടുണ്ടാവും. ക്ലാസ്സിലുണ്ടായിരുന്നവരുടെയൊക്കെ മനസ്സിലേക്ക് ആൻസർ വന്നിട്ടുണ്ടാവും. ഇൻഡക്റ്റീവ് മെത്തേഡിലാണോ പ്രാക്ടീസ് നടക്കുന്നത്? ഡിഡക്റ്റീവ് മെത്തേഡിലാണോ? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഡിഡക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ജനറൽ ടു സ്പെസിഫിക് എന്താണ്? ഡിഡക്റ്റീവ് ആണ്. അപ്പൊ സ്പെസിഫിക് ടു ജനറൽ എന്താണ്? സ്പെസിഫിക് ടു ജനറൽ ആണ് എന്ത്? ഇൻഡക്റ്റീവ് മെത്തേഡ്. സ്പെസിഫിക് ടു ജനറൽ ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് വരുന്നതാണ് നമ്മൾ പഠിച്ചു. ജനറൽ ടു സ്പെസിഫിക്കിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക്കിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കഷൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. ഇനി ഡ്രിൽ മെത്തേഡ് എന്താണ് മക്കളെ? ഡ്രിൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നതായിരിക്കും? എന്തെങ്കിലും ഒരു കാര്യത്തിനെ എന്ത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും? അതാണ് ഈ ഡ്രിൽ മെത്തേഡാണ് ഒരു കാര്യത്തിനെ എന്ത് ചെയ്യിപ്പിക്കുന്നത്? പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. പ്രാക്ടീസ് ഈസ് മെയ്ഡ് ഇൻ ഡ്രിൽ മെത്തേഡ്. പഠിച്ചോ? പ്രാക്ടീസ് ഇസ് മെയ്ഡ് ഇൻ ഡ്രിൽ മെത്തേഡ്. അപ്പോൾ ഡ്രില്ലിന്റെ പീരീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടീസുകളൊക്കെ തരുന്നതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അപ്പൊ ഡ്രിൽ മെത്തേഡ് എന്താണ്? അതിൽ പ്രാക്ടീസ് ആണ് കൊടുക്കുന്നത്. ഡ്രിൽ മെത്തേഡിൽ പ്രാക്ടീസ് ആണെന്ന് ഓർത്ത് വെക്കുക. അത് ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ല, ഡിഡക്റ്റീവ് മെത്തേഡ് അല്ല, ഡിസ്കഷൻ മെത്തേഡ് അല്ല. പ്രാക്ടീസ് കൊടുക്കുന്നു ഡ്രിൽ മെത്തേഡിൽ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. ദി സോക്രട്ടിക് മെത്തേഡ് ഈസ് നോൺ ആസ്. The Socratic method is known as lecture demonstration method, discussion method, inquiry method, question answer method. എന്താണ് ഈ സോക്രട്ടിക് മെത്തേഡ് എന്നതിന്റെ ആ ഒരു മെത്തേഡിനെ മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലെ. സോക്രട്ടീസ് ആയിരുന്നു അല്ലെ ഈ ഒരു മെത്തേഡിന്റെ ഉപജ്ഞാതാവ്. സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ അല്ലെ എങ്ങനെയായിരുന്നു പഠനം നടന്നിരുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാം അല്ലെ. ലെക്ചർ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആയിരുന്നോ? അല്ല. ഡിസ്കഷൻ മെത്തേഡിലായിരുന്നോ? അല്ല. ഇൻക്വയറി മെത്തേഡും അല്ല. അത് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? സോക്രട്ടിക് മെത്തേഡ് ഈസ് നോൺ ആസ് question answer method. Socratic method is known as question answer method എന്ന് നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. question answer മെത്തേഡിന്റെ മറ്റൊരു പേരാണ് സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ സോക്രട്ടീസിന്റെ ഗുരുവും കൂടി ഇരുന്ന
ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ശിഷ്യനും കൂടി ഇരുന്ന് ക്വസ്റ്റ്യൻസ് ചോദ്യം ചോദിക്കുക ഉത്തരം പറയാ, ചോദ്യം ചോദിക്കുക ഉത്തരം പറയാ, ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി, പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണേ, 14ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് ലേണിംഗ് മെത്തേഡ് is observed when students from different schools are working together over the internet on a shared assignment? ഏത് ലേണിംഗ് മെത്തേഡിലാണ് ഡിഫറെന്റ് സ്കൂൾസിലെ സ്റ്റുഡൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുകയും അവർ എന്താണ് ഒരു അസൈൻമെന്റ് ഷെയർ ചെയ്ത് ഇന്റർനെറ്റ് ത്രൂ അവർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഏതൊരു മെത്തേഡിലാണെന്നാണ് ചോദ്യം. ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ലേണിംഗ് സെന്റേർഡ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ലേണർ സെന്റേർഡ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ട് വന്നേക്കാം അല്ലെ, ഇതിൽ 2 എണ്ണമായിരിക്കും ഡൗട്ട് കൂടുതലായിട്ട് വരിക അല്ലെ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്? ആൻസർ പറഞ്ഞേ. ഈ ലേണിംഗ് മെത്തേഡ് അതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, അസൈൻമെന്റ്സ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, പല സ്കൂളുകളിൽ നിന്ന് ഒരുമിച്ചാണ് പഠനം നടക്കുന്നത്. അപ്പോൾ ഇതിൽ കോപ്പറേറ്റീവ് ലേണിംഗും കൊളാബറേറ്റീവ് ലേണിംഗും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം, ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പൊ നിങ്ങൾ അത് കൊളാബറേഷൻ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ, കൊളാബറേഷൻ എന്ന് പഠിച്ചു വെക്കുക. എന്ത് ചെയ്യുക, ഈ മൊത്തത്തില് നിങ്ങളൊരു കോഡ് ഇട്ട് വെച്ചേക്കുക. ഈ മൊത്തത്തില് ഇവര് ഒക്കെ കൂടി പല സ്കൂളിലെ കുട്ടികളെയൊക്കെ മൊത്തത്തിൽ പഠിക്കുമ്പോ ഒരുമിച്ച് ഇരുന്നിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ പഠിക്കുമ്പോൾ മൊത്തം കൊളാവാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങളത് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കൊളാബറേറ്റീവ് ലേണിംഗ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ്. Which of the following is not a teaching learning method in EVS? ഒരു EVSൽ ഫോളോ ചെയ്യാത്ത ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. നോട്ട് ഉണ്ട് കേട്ടോ, നോട്ട് ദി പോയിന്റ്, മുദ്ര ശ്രദ്ധിക്കണം. നോട്ടുണ്ട്. നോട്ടുള്ളത് കൊണ്ട് തന്നെ ടീച്ചിങ് ലേണിംഗ് മെത്തേഡിൽ ഈ ഒരു ഫോളോ ചെയ്യാത്ത, EVSൽ ഫോളോ ചെയ്യാത്ത, EVS എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഫീൽഡ് വിസിറ്റ്, പ്രൊജക്ട് മെത്തേഡ്, സയന്റിഫിക് മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. EVS എന്നാണ് ചോദ്യം. EVSല് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, EVSകാർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇത് കേട്ടോ. അപ്പോ ഫീൽഡ് വിസിറ്റ് അതിൽ അത്യാവശ്യമായിട്ട് വരുന്നതാണ്. പ്രകൃതിയുമായിട്ട് അല്ലെ, നേച്ചറിലേക്കൊക്കെ ഇറങ്ങിപ്പോകേണ്ട കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പ്രൊജക്ട് അതിൽ ഉള്ളതായിട്ട് നമുക്കറിയാം. സയന്റിഫിക് മെത്തേഡ് എങ്ങനെയാണ്, ഒബ്സർവേഷൻ എങ്ങനെയാണ്? അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സയന്റിഫിക് മെത്തേഡാണ്. ഇതിൽ അല്ലാത്തത് ഏതാണ്? സയന്റിഫിക് ആണ് കേട്ടോ ഇതിലല്ലാത്തത്. കാരണം ബാക്കിയെല്ലാം EVSുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, EVSുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഫീൽഡ് വിസിറ്റും പ്രൊജക്ട് മെത്തേഡും ഒബ്സർവേഷനും എല്ലാം നോക്കൂ. ഫീൽഡ് വിസിറ്റ് EVS ടീച്ചിങ് ലേണിംഗ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ്. പ്രൊജക്ട് അതുപോലെ ഒബ്സർവേഷൻ വേണം അല്ല EVS പഠിക്കണമെങ്കിൽ. അപ്പൊ ഒബ്സർവേഷൻ വേണം. അപ്പൊ ഇതെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ ആണല്ലോ.